ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെഡ് വെൽവെറ്റ് കേക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. ഇതുണ്ടാക്കാൻ ആദ്യം വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇത് നമുക്കൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ റിമൂവ് ചെയ്ത് അതിന് പകരം കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം. കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൽ എഗ്ഗ് വൈറ്റ് വേറെ, യോക്ക് വേറെ, അങ്ങനെ വേർതിരിക്കാം. ഇനി നമുക്ക് എഗ്ഗ് വൈറ്റിലോട്ട് കുറച്ച് വാനില എസൻസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വാനില എസൻസ് ചേർക്കുമ്പോൾ ആ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ നമുക്ക് യോക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ മൈദ എടുത്ത അതേ അളവിൽ തന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് പൗഡറാക്കി എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ എഗ്ഗ് വൈറ്റിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ചായിട്ട് ആ പൊടിച്ചെടുത്ത മൈദയും എഗ്ഗ് യോക്കും കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ട കുത്താതെ നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഷുഗർ പൗഡറും കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഡ് വെൽവെറ്റിൻ്റെ കളറ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിലോട്ട് റെഡ് ജെൽ കളർ കുറച്ചും മൈദ 2 ടീസ്പൂണും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതും കട്ട കുത്താതെ നന്നായിട്ട് ഇളക്കണം. കളർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കളറിനെ നമ്മുടെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കളറ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡിലും ഈ കളർ എത്തുന്നത് വരെ നന്നായിട്ട് ഇളക്കണം നമുക്ക് ഈ കളറ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സിന്തറ്റിക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഈ ബാറ്ററിനെ ഗ്രീസ് ചെയ്ത ഒരു 6 ഇഞ്ച് പാനാണ്. അതിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലോട്ടാണ് ഈ ബാറ്ററിനെ ഇറക്കി വെക്കുന്നത്. ലൈറ്റായിട്ട് അരമണിക്കൂർ സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നമുക്കിതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും വിപ്പിംഗ് ക്രീം. ഇത് കേക്കിൻ്റെ ഒരു പീസ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഈ പൊടികൾ നമുക്ക് കേക്കിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല റെഡ് കളറായി കിട്ടും, നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ മുകളിലും കുറച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.